അള്ളാഹുവിന് മാത്രം പ്രത്യേകമായി അർഹതപ്പെട്ട കാര്യമാണ് ഇബാദത്തുകൾ. ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യരുത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ട ഒന്നാമത്തെ കൽപ്പന എന്താണ്? അള്ളാഹുവിനെ അല്ലാതെ ഒരു ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഒരു ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് നൽകരുത്. ഇബാദത്തിന് അർഹതയുണ്ടാകുക എന്നത് അള്ളാഹുവിന് മാത്രം ഏകമായ കാര്യമാണ്. അള്ളാഹനെ പങ്കു ചേർക്കരുത്. അതാണ് തൗഹീദ്. അതാണ് തൗഹീദ്. യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, തആലൂ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്കും നിങ്ങൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കുന്ന, നമുക്കും നിങ്ങൾക്കുമിടയിൽ നീതിപൂർവകമായ ഒരു വാക്കിലേക്ക് നിങ്ങൾ വരൂ. എന്താണ് ആ വാക്ക്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വലാ നുശ്രിക ബിഹി ശൈഅ, അവനിൽ നമ്മൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഒന്നിനെയും. ഈസയെ പാടില്ല, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടില്ല, മൂസയെ പാടില്ല, ഉസൈറിനെ പാടില്ല അലൈഹിമുസ്സലാത്തു വസ്സലാം. അതുപോലെ അള്ളാഹുവിന് ചില നാമങ്ങളുണ്ട്. അത് അവന് മാത്രം പ്രത്യേകമായ നാമങ്ങളാണ്. അതിന്റെ പരിപൂർണമായ അർത്ഥം അള്ളാഹുവിനല്ലാതെ ഇല്ല. ചില നാമങ്ങളിൽ അള്ളാഹുവിനെ അല്ലാതെ വിളിക്കാൻ പാടില്ല. റഹ്മാൻ എന്നത് ഉദാഹരണം. അതിൽ അള്ളാഹുവിനെ നീ ഏകനാക്കണം. ഇതാണ് തൗഹീദ്. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹ് ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ, അവയിൽ നീ അള്ളാഹുവിനെ ഏകനാക്കുക. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിന് നീ പങ്കാളിയുണ്ട് എന്ന് പറഞ്ഞാൽ നീ മുശ്രിക്കാണ്.